സർക്കാരിൻ്റെ പുതിയ പദ്ധതിയാണ് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി സോളാർ എനർജി ഉപയോഗപ്പെടുത്തിയിട്ട് മോട്ടർ അടിക്കുന്ന പദ്ധതി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഇൻസ്റ്റാൾ ചെയ്താണ്. ഒരു ഫ്രെയിമിൽ 4 പാനലാണ് വെച്ചിട്ടുള്ളത്. ഈ 4 പാനലിൽ നിന്നുള്ള വാട്ട്സ് 2000 വാട്ട്സ് ഉണ്ടാവും. 500 വാട്ട്സിൻ്റെ പാനലാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ 500 വാട്ട്സിൻ്റെ പാനലിൽ നിന്ന് ഉപയോഗപ്പെടുത്തിയിട്ട് മോട്ടർ അടിക്കുക എന്നുള്ള ടെക്നോളജിയാണ് ഇത്. അതിൻ്റെ ലൈറ്റ്നിങ് ആണ്, മിന്നൽ ചാലകമാണ് ഇവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട്. ഏതായാലും ബാക്കി ഇൻസ്റ്റാളേഷനും കഴിഞ്ഞിട്ടില്ല. ഏതായാലും 1ാം ഘട്ടമായിട്ട് പാനലും അതിൻ്റെ മിന്നൽ ചാനലും കുത്തിയലും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നുള്ള വയർ കണക്ഷനാണ് ഈ വരുന്നത്. അതിൻ്റെ കണക്ഷനാണ് ഈ പോരുന്നത്. ഇതിലൂടെ അങ്ങനെ വന്നിട്ട് അതിങ്ങനെ മോട്ടറിൻ്റെ പാനലിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റേ കാണുന്നത് നമ്മൾ സർക്കാരിൻ്റെ KCBയുടെ കണക്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഏതായാലും രണ്ടും കൂടി ഒന്നിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. സോളാർ സിസ്റ്റത്തിന് വേണ്ടി അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. ഇതതിൻ്റെ ഇൻവെർട്ടറാണ്. അതുപോലെ തന്നെ ഇതതിൻ്റെ DC-യിൽ വരുന്ന പവർ കൺട്രോൾ ചെയ്യുന്ന ബ്രേക്കറുകളാണ്. സോളാറിന് വരുന്നത് നേരിട്ട് ഈ ബ്രേക്കറിലേക്കാണ് ആദ്യം വരുന്നത്. ശേഷം അതിൽ നിന്ന് ഇൻവെർട്ടറിലേക്കും, ഇൻവെർട്ടറിൽ നിന്ന് ഇതിൻ്റെ കൺട്രോൾ ബോർഡാണ്. ഇതിൽ തന്നെ വൈഫൈ യൂസ് ചെയ്യാനുള്ള സൗകര്യമുള്ള അതിൻ്റെ ആൻറ്റിനോടെ കൊടുത്തിട്ടുണ്ട്. നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ദൂരെ നിന്ന് എന്ത് ചെയ്യുക, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓണാക്കാനും ഓഫാക്കാനൊക്കെ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റുകളാണ്. ധാരാളം കണക്ഷനുകളും കാര്യമൊക്കെ ഉണ്ട്. അതിൻ്റെ ബ്രേക്കർ, മറ്റ് സ്വിച്ചിങ് ഏരിയകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പകൽ സമയത്ത് നമുക്ക് ആവശ്യമുള്ള കറണ്ട് ഇതിൽ നിന്ന് എടുക്കുകയും അല്ലാത്ത സമയത്ത് ബാക്കി വരുന്ന കറണ്ട് ഓൺ ഗ്രിഡായിട്ട് വർക്ക് ചെയ്യും. ബാക്കിയുള്ള കറണ്ട് തിരിച്ച് സർക്കാരിൻ്റെ ലൈനിലേക്ക് തന്നെ, KCB ലൈനിലേക്ക് തന്നെ കയറി പോകുന്ന രൂപത്തിലാണത് കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ മോട്ടർ അടിക്കുന്ന സമയത്ത് മാത്രമേ നമുക്കിത് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയത്തും ഇത് തിരിച്ച് സർക്കാരിലേക്ക് തന്നെ പോകും. സിസ്റ്റം ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് ലോൺ ആക്കിയിട്ടില്ല. ഒക്കെ കണക്റ്റഡ് റെഡിയാണ്. ഇനി അവിടെ പുറത്ത് മീറ്ററിൽ കണക്ഷൻ കൊടുക്കേണ്ട, KCB എന്നുള്ള കണക്ഷൻ കൊടുക്കേണ്ട പണി മാത്രമേ പെൻഡിങ് ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആവും. അപ്പോൾ നമ്മളാകെ ചെയ്യേണ്ടത് ഈ സോളാർ പാനൽ ഫിറ്റ് ചെയ്യാൻ ആവശ്യമായ സ്ഥലം കൊടുക്കുക, നല്ല വെയിലുള്ള സ്ഥലം കൊടുക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സാധനങ്ങളും സർക്കാർ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ട. അതുപോലെ ഇത് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായ ഇതുപോലെ റൂമും അതുപോലത്തെ സോളാർ പാനലിലുള്ള സ്പേസ് അതൊക്കെ ഓണർ പേരിൽ തന്നെ ആവണമെന്നുള്ളൂ. അത്രേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യും. ഇതിന് 1 രൂപ പോലും നമുക്ക് മുടക്കം മുതലില്ല, ചിലവില്ല. എല്ലാം സർക്കാർ തന്നെയാണ് ചെയ്യുന്നത്. സൈഡിലുള്ള ഈ പാനലിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഇൻസ്റ്റാൾ ചെയ്ത കാരണം ശരിക്കും ഫോട്ടോ എടുക്കാൻ കഴിയുന്നില്ല. ഇൻപുട്ട് വോൾട്ട്, ഔട്ട്പുട്ട് വോൾട്ട്, അതുപോലെ തന്നെ അതിന് വരുന്ന ആംബിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഓക്കെ, താല്പര്യമുള്ള ആളുകൾ KCBയുമായിട്ട് ബന്ധപ്പെടുക.